വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നാട് മുഴുവൻ ഇളകി മറിഞ്ഞ എല്ലാവരും ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ, പ്രിയങ്കരനായ ഷാഫി പറമ്പിലിനെ ഒരു നോക്ക് കാണാൻ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ കാത്തുനിന്ന ഒരു അവസരത്തിലേക്ക് അത് ഉയർന്നു. അപ്പോഴാണ് അശ്ലീല വീഡിയോ രംഗപ്രവേശം ചെയ്യുന്നത്. ഗദ്ഗത കണ്ടയായി നമ്മുടെ സ്ഥാനാർത്ഥി ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ്, എനിക്കെതിരായി അശ്ലീല വീഡിയോ ഇറക്കി ആരാ? ഷാഫി പറമ്പിൽ. അയാൾക്കൊരു ഉമ്മയില്ലേ? വികാരഭരിതമായ ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ഞെട്ടി. ഒരു സ്ത്രീ, അത് ഇത്രയും പ്രായമായ ഒരു സ്ത്രീക്കെതിരായി അശ്ലീലോ വീഡിയോ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ മാത്രം ഞെട്ടിയില്ല. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ ആഴ്ച ഇതുപോലെ മന്ത്രിയായ പി രാജീവ് എന്നൊരു ആരോപണം ഉന്നയിച്ചു. അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഇറങ്ങി. അതുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ്. എന്റെ പണി ഇതാണല്ലോ, അശ്ലീല വീഡിയോ ഉണ്ടാക്കൽ. അപ്പൊ ഞാൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന ഒരു റെസ്റ്റ് ചെയ്യണ ഒരു മുറിയുണ്ട്. അതിന്റെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ചവന്മാരാണ് ഇവന്മാര്, CPM-കാര്. അപ്പൊ അവന്മാർ എന്തും ചെയ്യാൻ മടിക്കില്ല. പോലീസ് അന്വേഷിച്ചാൽ ഒരു CPM-കാരനെ കണ്ടെത്തും, പോയി പണി നോക്കാൻ പറഞ്ഞു. പിന്നെ അതുമായിട്ട് ഓടിയ വഴിയിൽ പുല്ല് പോലും മുളച്ചിട്ടില്ല. ഇതുവരെ ആ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയവനെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഇയാൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അശ്ലീല വീഡിയോ. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോഴേ, ഇത് ഒരു 15-ാം തീയതി കഴിഞ്ഞിട്ടാണല്ലേ ഷാഫി അല്ലേ ഈ അശ്ലീല വീഡിയോ വരുന്നത്. അപ്പൊ ഞങ്ങൾ പാനൂര് ബോംബ് സ്ഫോടനത്തിനെതിരായി നമ്മുടെ ഒരു പ്രതിഷേധ യോഗം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ, ഞാൻ കുഞ്ഞാലി സാഹിബിനോടൊക്കെ സംസാരിച്ചിട്ടാണ് പറഞ്ഞത്, ഒരു കോൺഗ്രസ് അല്ല UDF-ൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കും. ഞാൻ ഗ്യാരണ്ടി. ആരാന്ന് പറഞ്ഞോ? ഈ അശ്ലീല വീഡിയോ കാണിച്ചു വന്നു. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഞാൻ ആ അശ്ലീല വീഡിയോ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു. സാധാരണ പരാതി കൊടുക്കുമ്പോൾ ആ മാർച്ച് 27-ാം തീയതി കൊടുത്താണ്. എന്നിട്ട് വീണ്ടും പറയുന്നത് ഇത് ഏപ്രിൽ 15-നാണ്. മാർച്ച് 27-ാം തീയതി കൊടുത്ത പരാതി ആർക്കാ കൊടുത്തത്? മോഹന മാഷ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരായി ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പരാതി കിട്ടിയിട്ട് ഇയാൾ എന്ത് മടക്കി വെച്ചോ? 3 ആഴ്ചക്കാലം. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരന്വേഷണവും നടത്താതെ അവസാനത്തെ ആഴ്ചത്തേക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി വന്നിത് വികാരപരിതയായി പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ആരും കണ്ടിട്ടില്ല ഈ വീഡിയോ. അതുകൊണ്ട് എവിടെയാണ് വീഡിയോ എന്നൊന്ന് കാണിച്ചു തന്നാൽ, ആരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം നടപടി ഗ്യാരണ്ടി. പിറ്റേ ദിവസം മാധ്യമപ്രവർത്തകർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, എവിടെയാണ് വീഡിയോ? അപ്പൊ സ്ഥാനാർത്ഥിയുടെ മനോഹരമായ മറുപടി, എവിടെയാണ് വീഡിയോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ വീഡിയോ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ കാലമാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതും ഒരുമിച്ച് കാണിക്കും TV-യിൽ. അത് മറന്നുപോയി. ഇനി TV-കാർ കാണിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപ്പം കാണിക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വീഡിയോ ഇല്ല. അല്ല, അങ്ങ് ഭയങ്കര വികാരഭരിതയായി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനത് ഗദ്ഗത കണ്ടയായതല്ല, അന്ന് പൊടി അടിച്ചുകൊണ്ടുള്ള ഒരു തൊണ്ടയ്ക്കൊരു പ്രശ്നമാണ്. മാറ്റി പറയാണ്. അത് പറയാ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പോസ്റ്റർ എന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വീഡിയോ പോട്ടെ, ആ പോസ്റ്റർ, അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ. ഞങ്ങൾ കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകരായി ഇവർ കണ്ടിട്ടില്ല, പോലീസിന്റെ കയ്യിലില്ല, ആരുടെയും കയ്യിലില്ല. ആരും കാണാത്ത ഒരു പോസ്റ്റർ, അശ്ലീല പോസ്റ്റർ എങ്ങനെ ഇറങ്ങി? അപ്പൊ ഇനി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അശ്ലീല പോസ്റ്റർ. രണ്ടാമതേ ഉണ്ടാക്കരുത്, കാരണം ഒരു PR ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമില്ല, അത് ചീറ്റിപ്പോയി. പാനൂരിലെ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി, ഇത് കയ്യിലിരുന്ന് ചീറ്റി. ഏത് സാധനം? ഈ അശ്ലീല വീഡിയോ സാധനം.